കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ തലമുറ മാറ്റം. PJ ജോസഫ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കും. മകൻ അപ്പു ജോൺ ജോസഫ് തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയാകും. PJ ജോസഫ് പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് തുടരും. സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമെന്ന് സൂചന നൽകുകയാണ് PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ്. നിലവിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ പദവിയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. നേതാവിന്റെ മകനായാലും കഴിവ് തെളിയിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നതാണ് തന്റെ നിലപാടെന്ന് അപ്പു ജോൺ ജോസഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. എന്നോടൊപ്പം കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ, സ്റ്റേറ്റ് കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്. അദ്ദേഹം ചെയർമാൻ PJ ജോസഫിൻ്റെ മകൻ കൂടിയാണ്. ദീർഘകാലമായി താങ്കൾ ഈ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ സജീവമാണ്. പക്ഷേ ലൈം ലൈറ്റിലേക്ക് വളരെ സജീവമായി വന്നിട്ടില്ല. പക്ഷേ ഗ്രൗണ്ടിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അത് മാറി കുറെ കൂടി പ്രധാനപ്പെട്ട പദവികളിലേക്കും പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്കും ഒക്കെ വരും എന്ന് കരുതാം. പാർലമെൻ്ററി രാഷ്ട്രീയമൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നിലവിൽ 14 ജില്ലകൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്നൊരു റോള് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് അതേ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ 14 ജില്ലകളിലും അവിടെ സംഘടനാപരമായ കാര്യങ്ങളിലും പാർട്ടിക്കകത്തുണ്ടാകുന്ന ഇൻറ്റേർണൽ വിഷയങ്ങളൊക്കെ അത് പാർട്ടിയുമായിട്ടൊരു ചാനലുണ്ടാക്കി അതിന് പരിഹരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇത്രയും നാളും ചെയ്തിരുന്ന പ്രവർത്തനവും. അതുപോലെ തന്നെ പുതിയ തലമുറയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ദൗത്യവും ഈ ഒരു എന്താ പറയുന്നത് എൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നേതൃസ്ഥാനത്തേക്ക് വരിക എന്നുള്ളതല്ല, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അത് കറക്റ്റായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ തിരുവാമ്പാടി സീറ്റുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പേരിങ്ങനെ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. അപ്പോൾ ആ ഒരു വാർത്ത വന്ന പശ്ചാത്തലത്തിൽ പാർട്ടി ചെയർമാനായിരുന്ന PJ ജോസഫിനോട് മീഡിയ ഇത് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് അത് പ്രവർത്തിക്കാനൊരു പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച് കയറി വരികയാണെങ്കിൽ അപ്പോൾ നോക്കാം ബാക്കി കാര്യങ്ങളെന്നാണ് പറഞ്ഞത്. സമയമായി ശരിക്കും. അല്ല, സമയമായോ ഇല്ലയോ എന്നുള്ളത് പാർട്ടി നേതൃത്വം തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. അപ്പം ഞാൻ എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങളാണെങ്കിലും പാർട്ടിയുടെ ചില മേഖലകളിലുള്ള ആഭ്യന്തര വിഷയങ്ങളൊക്കെ ആണെങ്കിലും അത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമാണ് ഇപ്പോൾ എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം. കഴിവ് തെളിയിച്ച് വേണം നമ്മുടെ രാഷ്ട്രീയത്തിൽ. കഴിവുള്ളവർ, അതിപ്പോൾ നേതാവിൻ്റെ മകനായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലായിക്കോട്ടെ, കഴിവുള്ളവർ രാഷ്ട്രീയത്തിൽ വരിക, അവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച് അവരുടെ അംഗീകാരം വാങ്ങുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യ, റിപ്പോർട്ടർ കൊച്ചി. സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ്. സജോ ദേവസ്യ, അങ്ങനെ ഒരു തലമുറ മാറ്റത്തിന് സാക്ഷിയാവുകയാണ് തൊടുപുഴയെ നയിക്കാൻ ഇനി അപ്പു ജോൺ ജോസഫ്, അല്ലേ സജോ ദേവസ്യ? ഏറെക്കുറെ സൂചനകൾ വ്യക്തമാണ്. ഉറപ്പായും ഡോക്ടർ അരുൺകുമാർ, അതായത് PJ ജോസഫിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിരമിക്കൽ എന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പല കാരണങ്ങൾ കൊണ്ട് പ്രധാനമാണ്. കാരണം ഇടത് LDFിലും UDFിലും ഒക്കെയായി അദ്ദേഹം മന്ത്രി പദവികളിൽ ഇരുന്നിട്ടുണ്ട്. ഒപ്പം UDF രാഷ്ട്രീയം മാത്രം എടുക്കുകയാണെങ്കിലും കേരള കോൺഗ്രസിന്റെ സവിശേഷമായ രാഷ്ട്രീയ ഭൂമിക എടുക്കുകയാണെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് പ്രസക്തമാണ്. പക്ഷേ അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് ഈ നിയമസഭാ കാലാവധിയോടുകൂടി പൂർത്തീകരിക്കും. അങ്ങനെ അതിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ തുറന്നു പറയുക എന്നത് പാർട്ടി തീരുമാനമില്ലാത്തതുകൊണ്ട് മകൻ അബു ജോൺ ജോസഫിന് സാധ്യമാകുന്നില്ല എന്നേ ഉള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകും. തൊടുപുഴ എന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചത് ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ് ആണ്. സംബന്ധിച്ചിടത്തോളം വലിയ ശക്തി കേന്ദ്രം തന്നെയാണ്. അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരിക എന്നത് കേരള കോൺഗ്രസുകൾക്ക് തന്നെ പ്രധാനപ്പെട്ട, പല കാരണങ്ങൾ കൊണ്ട് രാഷ്ട്രീയമായി പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. ഏറെക്കാലമായി കേരള കോൺഗ്രസിന്റെ പല സംഘടനാ ചുമതലകളിലും അബു ജോൺ ജോസഫ് ഉണ്ട്. അദ്ദേഹം നേരത്തെ വിദേശത്ത് ജോലിയും ഒക്കെയായി IT രംഗത്തെ ജോലിയൊക്കെ ആയിരുന്നതിന് ശേഷം തിരികെ വന്ന് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. UDFിനും മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയം പൊതുവിൽ പരിശോധിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് UDFിന് വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ്. അതിൽ UDFിലുള്ള കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതിൽ നേതൃമാറ്റം ഉണ്ടാകുന്നു. PJ ജോസഫിനെ പോലെ തലമുതിർന്ന ഒരു നേതാവ് മാറി നിൽക്കുന്നു. കേരള കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒക്കെ രാഷ്ട്രീയത്തിൽ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതിൻ്റെ DNA-യിൽ തന്നെ ഉള്ളതാണ്. സ്വാഭാവികമായി അദ്ദേഹം പറയുന്നത് അതിനെ അങ്ങനെ കാണേണ്ടതില്ല. ജനങ്ങൾക്കിടയിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു, പ്രധാനപ്പെട്ട സുപ്രധാന പദവികളിലേക്ക് നേരിട്ട് വന്നിറങ്ങുകയല്ല. കഴിഞ്ഞ 5-6 വർഷത്തിലധികമായി പ്രധാനപ്പെട്ട പദവികൾ പാർട്ടിയുടെ സംഘടനാ തലത്തിൽ വഹിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് അതല്ല മറ്റ് ചുമതലകളിലേക്കൊക്കെ എത്തുന്നതിന് എന്തെങ്കിലും തടസ്സമില്ല. തൊടുപുഴയിൽ എന്തെങ്കിലും ആശങ്ക UDFിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ ഈ തിരഞ്ഞെടുപ്പ് ചരിത്രപരമായി തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട് തലമുറ മാറ്റം കൊണ്ട്. താങ്ക് യു സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.